എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൾ ഇഷ്ടപ്പെട്ട് അവള് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു ഫീൽഡിൽ അവൾക്ക് അവളുടെ പാരൻസ് എല്ലാവരും സമ്മതം തന്ന് അവൾക്ക് ഫ്രീഡം കൊടുത്ത് അവള് ചെയ്യാൻ തയ്യാറായി വരുമ്പോൾ അവൾ അനുഭവിക്കേണ്ട വരുന്ന കുറേ പ്രശ്നങ്ങൾ അവള് സ്ട്രോങ് ആയി നിന്ന് അതിനെ തരണം ചെയ്തെങ്കിൽ പോലും പിന്നീട് അവൾക്കത് പറയണമെന്ന് തോന്നുകയാണ്. അതിനവൾക്ക് പല കാരണങ്ങളും ഉണ്ടാവും അത് പറയണമെന്ന് തോന്നാനായിട്ട്. അങ്ങനെ അവൾ പറയണമെന്ന് തോന്നുമ്പോൾ അതിനവളുടെ പേര് വെച്ചില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി എഴുതുന്നതാണ്, കുക്ക്ഡപ്പ് സ്റ്റോറീസാണ്, താഴെ വന്ന് ആ പെൺകുട്ടിയെ ചീത്ത വിളിക്കുക, ആ പെൺകുട്ടി ഇവളൊക്കെ ഏതാണെന്ന് നമുക്കറിയാം, അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ ചേട്ടന്മാരെ ഏതൊക്കെ ഭയങ്കര ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്രയും കഷ്ടപ്പെട്ട് സിനിമ എന്ന് പറഞ്ഞ ഫീൽഡിൽ എന്തിനാണ് നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് ഞാൻ ഒരു MCOM കഴിഞ്ഞ സ്റ്റുഡൻ്റാണ്. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ തിയേറ്റർ ചെയ്യുമായിരുന്നു. എനിക്കതിനോട് വളരെ ആത്മബന്ധമാണ്. അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്ലഷർ, ഒരു ക്യാരക്ടർ ചെയ്ത് തീർക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്ലഷർ എനിക്ക് മറ്റൊരു ജോലിയും ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിനെ ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ഫീൽഡ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ മറ്റൊന്നിനും ആണെങ്കിൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഞങ്ങൾ അനുഭവിക്കില്ലായിരുന്നു. ഞാനടക്കമുള്ള ഇത്തരത്തിൽ അനുഭവിച്ചു പോയ പെൺകുട്ടികൾ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന് എൻ്റെ ഒപ്പം ഒരുപാട് നല്ല സ്ട്രോങ് ആയി എൻ്റെ ഒപ്പം നിന്ന ആൺകുട്ടികളുണ്ട്. അതിനെ എതിർക്കാൻ, അത് കഴിഞ്ഞ് ആ സെറ്റിൽ പിടിച്ച് അത്രയും ദിവസം ആ സെറ്റിൽ നിൽക്കാൻ എൻ്റെ കൂടെ നിന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. FBയിൽ വന്നിട്ട് ഈ പൂര തെറി വിളിക്കുന്ന ഇങ്ങനെ ഒരു പെൺകുട്ടി പറയുമ്പോൾ അതിന് വന്നിട്ട് നീ അതിന് നിന്ന് കൊടുത്തിട്ടല്ലേ, നീ അതിൻ്റെ സുഖമൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ വന്ന് പറയുന്നത് എന്തിനാണ് എന്നൊക്കെ പറയുന്ന ചേട്ടന്മാരോട് നിന്ന് കൊടുത്തിട്ടില്ല എന്ന ധൈര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനത് എഴുതേണ്ട ആവശ്യം വന്നത് ഇപ്പോഴാണ്. കാരണം എന്താ നിങ്ങൾക്കറിയാമോ? ഈ പറയുന്ന ഞാൻ അനോണിമസ് ആയി എഴുതിയത് അലൻസിയർ ലെ ലോപ്പസിനെ കുറിച്ചിട്ടാണ്. ഈ പറയുന്ന വ്യക്തി മറ്റൊരു സെറ്റിൽ കുറച്ച് നാള് മുമ്പ് പോയിട്ട് ഞാൻ പറയുന്ന ഈ സിനിമയിലെ പെൺകുട്ടികളെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് സന്തോഷത്തിൽ ആളുകളോട് പറഞ്ഞു നടന്നിട്ട് അതിൽ ഒരാൾ വന്ന് ഈ ആഭാസം എന്ന സിനിമയുടെ ഡയറക്ടറുമായി ഇത് പങ്കുവെച്ചു. അവിടെ ഭയങ്കര പൊളിയായിരുന്നു എന്നാണല്ലോ കേട്ടത്. അലൻസിയറേട്ടൻ പൊളിച്ചു, പെൺപിള്ളേരൊക്കെ പുള്ളിക്കാരന് കൂടെയായിരുന്നു എന്നാണല്ലോ കേട്ടത് എന്ന് പറഞ്ഞു ഇൻസൾട്ട് ചെയ്യപ്പെടുകയും അത് ഞാൻ അറിയുകയും അദ്ദേഹത്തിനെ ഞാൻ വിളിച്ച് സംസാരിച്ച് ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായ ഒരു സിനിമാ സെറ്റിൽ ചെയ്തതാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പോലും അറിയില്ല, ഏത് മെന്റൽ സ്റ്റേജിലാണ് ഞാൻ പോയതെന്ന് അറിയില്ല എന്നുള്ള എൻ്റെ വിഷമമാണ് ഞാൻ മറ്റു സെറ്റിൽ പോയി പറഞ്ഞത്. പക്ഷെ അതിനെ കേട്ടവർ എങ്ങനെയാണ് നിങ്ങളോട് വന്ന് പറഞ്ഞത് എന്നെനിക്കറിയില്ല. നിങ്ങളെ ഒരു തരത്തിലും ഞാൻ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ്ടും വിഷമം. പുള്ളി പറയുന്നതിനെ വിശ്വസിച്ച ഒരാളാണ്, ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ശരിയായിരിക്കും, എന്തോ സംഭവിച്ചു പോയതായിരിക്കും എന്ന് വിചാരിച്ച് പുള്ളിയുടെ പ്രായത്തിനെയും പുള്ളി എന്ന ആക്ടറിനെയും വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അതിനുശേഷം അപ്പോഴാണ് പക്ഷെ എനിക്ക് ഇത് ആരോടെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിലനിൽക്കാത്തൊരു സംഘടനയോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഇത്രയും റിയൽ ആയിട്ട് കാര്യങ്ങൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും എന്താ പറയാ, ഇപ്പോ പോകുന്ന ആ കേസിൽ അത്രയും സിനിമകൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്ത ആ പെൺകുട്ടിക്ക് അവിടെ കിട്ടുന്ന ഒരു പരിഗണനയും അത് ചെയ്യപ്പെട്ടു എന്ന്, അതിന് കൂടെ നിന്നു എന്ന്
എന്ന് ആരോപിച്ച ആൾക്ക് കിട്ടുന്ന പരിഗണനയും കണ്ടിട്ട് ഞാൻ എന്നെ പോലെ ഒരു തുടക്കക്കാരി അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു സംഘടനയ്ക്ക് പരാതി കൊടുത്തതുകൊണ്ട് സംഘടനയിൽ പോലും ഇല്ലാത്ത ഞാൻ ആർട്ടിസ്റ്റാണ്, 4 സിനിമകൾ ചെയ്തു, ഒരു സിനിമയിൽ നായികയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാല് കേൾക്കും എന്നെനിക്ക് വിശ്വാസമില്ല, വിശ്വാസം തീർത്തുമില്ല. ലൻസിയ എന്ന നടന്റെ ഒപ്പമേ അവര് നിൽക്കുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കുണ്ടായ വിശ്വാസമാണ്, അല്ലാതെ മറ്റാരും എന്റെ മനസ്സിലേക്ക് കയറ്റിയ വിശ്വാസമല്ല. ആരും എന്നോട് ഒരു തരത്തിലും എന്നെ പ്രഷർ ചെയ്തിട്ടില്ല. അവർ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് മീഡിയാസിലൂടെയും എല്ലാത്തിലൂടെയും കണ്ടിട്ട് എനിക്ക് തോന്നിയ, ഞാനൊരു ഇത്രയും പ്രായമായ ഒരു ലേഡിയാണ്, അപ്പൊ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. അതിനുശേഷം ഞാൻ WCCയിൽ പോയി ഇതിനെ പരാതിപ്പെട്ടു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവിടെ പോയി ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെന്നെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മറ്റ് പല സെറ്റുകളിലും പെൺകുട്ടികളോട് ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു മെന്റൽ ട്രോമയിലല്ല, അന്ന് ഉണ്ടായ എന്തോ ഒരു മെന്റൽ ട്രോമയിൽ, ആ സെറ്റിലുണ്ടായ ഒരു മെന്റൽ ട്രോമയിലല്ല പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്. പുള്ളി എല്ലാ സെറ്റിലും സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നുണ്ട് എന്ന് പല സ്ത്രീകളും പറഞ്ഞ് കേട്ടത് കൊണ്ടാണ് എൻ്റെ മനസ്സിൽ വളരെ ദേഷ്യവും സങ്കടവും. ഞാൻ അയാൾ പറയുന്ന വിശ്വസിച്ചല്ലോ, ഞാൻ റെസ്പെക്ട് ചെയ്തല്ലോ അയാളെ. വീണ്ടും ശരി അലൻസിയറേട്ടാ, ശരി, ഇനി മേലാൽ ഇങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾ ചെയ്തതിനെ നിങ്ങൾ ന്യായീകരിക്കുകയോ മറ്റ് പെൺകുട്ടികളെ എന്നെ അടക്കം വേറെ സെറ്റുകളിൽ പോയി ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയോ ചെയ്താൽ ഞാൻ റിയാക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ, ഇത്രയും അധികം ക്രൂവലാണോ ഈ മനുഷ്യൻ, ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവം ഈ മനുഷ്യനുണ്ടോ എന്നാലോചിച്ചത് അതിലൂടെയാണ്. മറ്റ് പെൺകുട്ടികളും സ്ത്രീകളും, നോട്ട് പെൺകുട്ടികൾ, സ്ത്രീകളും ഇങ്ങനെ പറഞ്ഞു കേട്ടത് കൊണ്ടാണ്. അപ്പോഴേക്കും മീ ടു ക്യാമ്പയിൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു റൈറ്റ് ടൈമാണ്, ഇതാണ് റൈറ്റ് ടൈം, ഇങ്ങനൊരു മനുഷ്യനെ പുറത്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്, റൈറ്റ് ടൈം ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് എഴുതിയത്. അപ്പോൾ അനോണിമസ് ആയതുകൊണ്ട് ഇത് കള്ളമാണ്, ഇത് WCCയുടെ പരിപാടിയാണ്, ഇത് WCC ഉണ്ടാക്കുന്ന പരിപാടിയാണ്, ഒന്നുമല്ല. എൻ്റെ അടുത്ത് WCCയിലെ മെയിൻ മെമ്പേഴ്സ് ഞാൻ ഈ പരാതി കൊടുത്ത് ഞാൻ ഇങ്ങനെ മീ ടു ക്യാമ്പയിനിൽ എഴുതാൻ പോവുകയാണ് എന്ന് അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾക്ക് അയാളുമായി കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു സംസാരം ഉണ്ടാക്കി, ഒരു സോറി പറഞ്ഞാൽ മതിയോ ദിവ്യ, അതുകൊണ്ട് ഓക്കെയാണോ എന്ന് എന്നോട് ചോദിച്ചതാണ്. ഞാൻ അവരോട് പറഞ്ഞു, ചേച്ചി എനിക്കത് മതിയായിരുന്നു, പക്ഷെ മറ്റ് സ്ത്രീകൾ, എൻ്റെ ഫോണിൽ റെക്കോർഡുണ്ട്, മറ്റു സ്ത്രീകളെയും അദ്ദേഹം ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പം അത് എന്നോട് ചെയ്തത് അല്ല, പുള്ളി മനസ്സിലാക്കണം പുള്ളി എന്താണ് ചെയ്യുന്നത്. പുള്ളി സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് ഒരുപാട് കാര്യത്തിൽ വേണ്ടി റിയാക്ട് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുകയും അങ്ങനെ ഒരു മാസ്ക് ഇട്ടുകൊണ്ട് സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തിയെ എനിക്ക് പുറത്തു കൊണ്ടുവരണം. എനിക്ക് പുള്ളിയോട് പേഴ്സണലായിട്ട് പുള്ളിയുടെ ജീവിതം തകർക്കാനോ പുള്ളിയുടെ സിനിമകൾ ഇല്ലാതാക്കാനോ ഒരു ഉദ്ദേശമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയ മെന്റൽ ട്രോമ എന്താണെന്ന് പുള്ളിയെ എഴുതി അറിയിക്കണം എനിക്ക് വളരെ വ്യക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിലിരുന്ന് അമ്മയുടെ സെക്രട്ടറിയും ലളിതാ മേമും പറഞ്ഞു, ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് നോർമൽ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നത് പോലെയാണ് എന്ന്. അതെ, എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു കസിൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ജനറൽ മാനേജർ കാരണം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ റിസൈൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ റിസൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ത്രീകളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാലം കഴിഞ്ഞു. നമ്മളുടെ സ്പേസ് അവിടെ ഉണ്ടാവണം, നമ്മൾ മാറിപ്പോവുകയല്ല ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്.
ഇത് ഒരാളുടെ പ്രശ്നമല്ല. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ പറയായിരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ നിങ്ങളുടെ മക്കളെ വിടില്ല, നിങ്ങളുടെ അനിയത്തിയുടെ മോളെ വിടില്ല, നിങ്ങളുടെ മകനെ വിടില്ല. ഇത് ആൺകുട്ടികൾക്ക് സംഭവിക്കാവുന്നതാണ്, എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് ഈ അസാൾട്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അവർക്കൊരാഗ്രഹം ഉണ്ടായി സിനിമയ്ക്ക് പോകണം. അതുകൊണ്ട് നിങ്ങൾ വിടില്ല എന്ന് പറയുന്നതിനേക്കാളും ഭേദം നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഫേസ്ബുക്കിൽ വന്ന് ഈ എന്താ പറയാ, നിങ്ങളുടെ സ്റ്റാർസിനെ നിങ്ങൾ സ്നേഹിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ സ്റ്റാർസിനെ എനിക്കും ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന സ്റ്റാർസ് തന്നെയാണ് ആ സിനിമ ആ അസോസിയേഷനിലുള്ളത്. എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച സ്റ്റാർസ് ഉണ്ട്. ഞാൻ കോതിത്തരിച്ചിരുന്ന് കണ്ടിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്, എന്തുണ്ട്. പക്ഷെ അങ്ങനെ എന്തുണ്ടെങ്കിലും അവർ ചെയ്യുന്ന എല്ലാം ശരിയാണ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്, ഞാൻ അതിനകത്ത് കാണുന്നതാണ്. ഇവർ പറയുന്നത് പല പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആയിക്കോട്ടെ, പല രീതിയിലുള്ള ആൾക്കാർ, പല വൃത്തികേടുകളുടെ ഫോണുകൾ വിളിച്ച് സംസാരിക്കുന്നവരുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, തെളിവടക്കമുണ്ട്. നിങ്ങൾ വെറുതെ പറയുകയാണെന്ന് വിചാരിക്കരുത്. WCC എന്തൊക്കെയോ കിടന്ന് പറയുന്നു, പെണ്ണുങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കരുത്. അമ്മയിലുള്ള സ്ത്രീകൾക്ക് പോലും അറിയാം ഇതൊക്കെ ഉണ്ട് എന്ന്. പക്ഷെ എല്ലാവർക്കും ഓക്കെ, സേഫ് സോൺ ഉണ്ട്. അവരിപ്പം എല്ലാവരും സേഫായി, അവർക്ക് എല്ലാ ദിവസവും വർക്കുണ്ട്, അല്ലെങ്കിൽ സീരിയലുണ്ട്, അതുണ്ട് ഇതുണ്ട്, ഒക്കെ അതൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ പറയുന്നവരില്ല എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ആളുകളെ അതിനകത്ത് കണ്ടിട്ടില്ലേ? അത് മറ്റു ഫീൽഡുകളിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് സിമ്പിളാക്കുന്ന എന്തിനാണ്? നമ്മൾക്ക് അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്, നമ്മളൊരു ICC ഉണ്ടാക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ച് സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്? പ്ലീസ് പ്ലീസ് എന്റെ FBയില് അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരുമാതിരി എന്റെ പാരന്റ്സിനെയും എന്റെ കസിൻസിനെയും എന്നെയും ഒക്കെ ഇൻസൾട്ട് ചെയ്ത് ഇടുന്നവന്മാരോട് ഞാൻ പറയാം, ധൈര്യമായിട്ട് ഒരാളെന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ റിയാക്ട് ചെയ്ത ആളാണ്. എന്റെ പാരന്റ്സിനും എന്റെ ഫാമിലിക്കും ചിലപ്പോ ഇതൊരു ഷോക്കാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇതൊരു ഷോക്കാണ്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും ഇൻസൾട്ടഡ് ആവപ്പെടരുത്. കാരണം ഇത് ഞാൻ റിയാക്ട് ചെയ്തതാണ്. ഞാൻ ഇത് സംസാരിക്കുന്നത് ഇനി വരുന്ന തലമുറയിലെ പിള്ളേർക്ക് കൂടി വേണ്ടിയിട്ടാണ്. നീ എന്തിനാ ഇത്ര സംസാരിച്ചത്, നിന്നെ അവരെന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അവർ മോശം പറയില്ലേ എന്ന് പറയുന്ന ഫാമിലി ബന്ധുക്കൾ, അവർ പേടിയുണ്ട്. അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ പേടികൾ. പക്ഷെ നമ്മൾ സംസാരിക്കാതിരുന്നുകൊണ്ട് ഒരു ഗുണവും ചെയ്യുന്നില്ല. ഞാൻ ഈ ഫീൽഡിൽ പല മേഖലകളിലും പ്രവർത്തിക്കാൻ ധൈര്യത്തോടുകൂടി ഇറങ്ങാൻ പോവുകയാണ്. ഇത് പേടിച്ചിട്ട് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. നമ്മൾ തുറന്നു പറയുമ്പോൾ ഇവർക്ക് പേടി കൂടുകയും, ഒരു പെൺകുട്ടിയോട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവർ 10 പ്രാവശ്യം ആലോചിക്കും, ഇത് പ്രശ്നമാവും. അത് തന്നെയാണ് എന്റെയും ഞാൻ അടക്കമുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഇങ്ങനെ മുൻപോട്ട് വരാനുള്ള കാരണം. എന്നെ തെറി വിളിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എനിക്കൊന്നും അവരോട് പറയാനില്ല. ഇത് തെറ്റാണെന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. എന്റെ കയ്യിൽ പ്രൂഫുണ്ട്, എല്ലാ രീതിയിലുള്ള പ്രൂഫുണ്ട്. ഞാൻ അതുകൊണ്ട് വരാം. ഞാൻ ഇതിനകത്ത് ഒരു തെറ്റുകാരിയല്ല. അതുകൊണ്ട് എന്റെ ഫാമിലിയോ എന്റെ കൂട്ടുകാരോ എന്റെ ചേട്ടനോ അനിയനോ എന്റെ ചേച്ചിയോ ഇതിനകത്ത് ഇൻസൾട്ട് ചെയ്യപ്പെടണ്ട. അവർ സ്ട്രോങ് ആയി എന്റെ കൂടെ നിന്നാൽ മതി. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ഡിസിഷൻ എടുത്തത്. നിങ്ങൾ ഒന്നുകൊണ്ടും എന്റെ ഭാവി എന്താവും ഒന്നും ആലോചിക്കണ്ട. ഞാൻ ഒരു തരത്തിലും ഇൻസൾട്ട് ചെയ്യപ്പെടാൻ പോയിട്ട് ഞാൻ സ്ട്രോങ് ആയി നിന്ന ലേഡിയാണ്. നിങ്ങൾ അതിനെ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾ എല്ലാവരും എനിക്ക് റെസ്പെക്ട് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് എന്റെ ഈ ഫീൽഡിൽ നിന്ന് എനിക്ക് പോവാൻ താല്പര്യമില്ല. എനിക്ക് അഭിനയത്തിലും എനിക്ക് പല മേഖലകളിലും ഇതിൽ വർക്ക് ചെയ്യണം, ധൈര്യമായി വർക്ക് ചെയ്യണം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പ്ലീസ്. പിന്നെ ഞാൻ എഴുതിയ ഇംഗ്ലീഷ് ഫോമാറ്റിന്റെ മലയാളം മസാല ചേർത്ത് എഴുതുന്ന ആളുകളുണ്ട്. അവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങളും വെർബൽ റേപ്പ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഴുതിയതില് നിങ്ങൾക്ക് വായനക്കാർക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ എഴുതുന്ന ആളുകളുണ്ട്. അവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. ഈക്വലി ദേ ആർ ഈക്വൽ ടു ദീസ് ഓൾ പീപ്പിൾ, അങ്ങനെ പറയാനുള്ളൂ. സോറി, എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഇതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
പിന്നെ എന്താ ഇപ്പൊ ഇതിന്റെ പുറകെ വന്നിട്ട് നിങ്ങൾ ആരെ കുറിച്ചാ പറയണേ? ആ പെണ്ണ് പണ്ട് അവളുടെ കാമുകൻ, ഇമാതിരി പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് എടുത്തിട്ട് സംസാരിക്കരുത് ചേട്ടന്മാരെ. അവളുടെ കാമുകനാണെങ്കിൽ കുറെ കേട്ടു, അങ്ങനെ കുറെ കമന്റ്സ് വായിക്കുന്നുണ്ട്. അവളുടെ പഴയ കാമുകം പറഞ്ഞിട്ടുണ്ട് അവൾ അങ്ങനെയാണെങ്കിൽ. നമ്മൾ എന്തിനു വേണ്ടി സംസാരിക്കുന്നു? നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ FB-യിലിരുന്ന് പെൺകുട്ടികളെ തുറന്നു പറയുന്ന പെൺകുട്ടികളെ വൃത്തികേടായി സംസാരിക്കുന്ന നിങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്തരവും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് ഗുണമുള്ളത്? ഒരു ഗുണവുമില്ല. ഒരു പെൺകുട്ടിയെ തെറി വിളിച്ചുകൊണ്ടും ഞങ്ങൾ ഒന്നും നിങ്ങളുടെ സ്റ്റാഫിനൊന്നും എതിരെയല്ല.